ബീഡിയുണ്ടോ തീപ്പെട്ടിയെടുക്കാൻ? അകലെ ഒരു ബോട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ്. കടലിൽ ഇവിടെ അവർ എന്തെടുക്കുകയാണെന്ന് ആലോചിച്ച് അന്തം വിട്ടുപോയി. അടുത്തെങ്ങും മറ്റൊരു ബോട്ടുമില്ല. മാതേയുമായി ഏകദേശം 10 മൈൽ അകലമുണ്ടായിരുന്നു അവർക്ക്. മാതേയുടെ പായകൾ കണ്ണിൽപ്പെട്ടിട്ടാവണം ആ ബോട്ട് ഞങ്ങളെ ലക്ഷ്യമാക്കി വന്നു തുടങ്ങി. കടൽ കൊള്ളക്കാരുടെ മേഖലയല്ല ഇതെങ്കിലും ഉള്ളിൽ ചെറിയൊരു കൊള്ളിയാൻ മിന്നി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ കൊള്ളയടിക്കാൻ എളുപ്പമാണ്. മാതേയിൽ നിന്ന് വിലപിടിപ്പുള്ളതായി അധികമൊന്നും കിട്ടാനില്ല എങ്കിലും കൊള്ളക്കാർക്ക് അതൊരു ഹോബി കൂടിയാണല്ലോ. അധികം വൈകാതെ ബോട്ട് ഞങ്ങളുടെ അരികിലെത്തി. കാഴ്ചയിൽ അതൊരു മീൻപിടുത്ത ബോട്ടാണ്. ശ്രീലങ്കക്കാരാണ് ബോട്ടിൽ നിന്നും മനസ്സിലായി. മാതേയിക്ക് ഒന്ന് വട്ടം ചുറ്റിയ ശേഷം ബോട്ട് പതിയെ ഞങ്ങളുടെ അടുക്കലെത്തി. എവിടെ പോവുകയാണ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. വ്യക്തമായി മറുപടി നൽകേണ്ടെന്ന് തീരുമാനിച്ചു. അതോടെ അവരുടെ സംശയം കൂടി. വീണ്ടും 1-2 തവണ കൂടി അവർ മാതേയിക്ക് വട്ടം ചുറ്റി. വീണ്ടും ബോട്ട് അടുപ്പിച്ചു. കൂട്ടത്തിലൊരാൾ എന്റെ നേർക്ക് വിളിച്ചു ചോദിച്ചു, സിഗരറ്റ് ഉണ്ടോ? എനിക്ക് ചിരി വന്നുപോയി. ഞാൻ വലിക്കാറില്ല, കയ്യിൽ സിഗരറ്റുമില്ല. അതോടെ അങ്ങേപ്പുറത്ത് നിരാശ. കുറച്ചു നേരം കൂടി അവിടെയൊക്കെ കറങ്ങി അവർ തിരിച്ചുപോയി. 10 മൈൽ അകലെ നിന്ന് വെറുതെ ഡീസൽ കത്തിച്ച് സിഗരറ്റ് ചോദിക്കാൻ വന്നവരെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായിരിക്കാം അവർക്ക് വേണ്ടിയിരുന്നത്? സിഗരറ്റ് തന്നെ ആവുമോ? കടലിൽ ഇത്തരം ആശങ്കകൾ വല്ലപ്പോഴും നേരിട്ടാൽ മതി. എന്നാൽ കരയിൽ അതാണോ സ്ഥിതി? കരയിൽ എന്തിനെയൊക്കെ പേടിച്ചാലാണ്. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ പോലും ചില നേരത്ത് പേടി വേണം. അങ്ങനെ പെരുമാറിയത് ശരിയാണോ? അവർക്ക് വിഷമമായി കാണുമോ എന്നിങ്ങനെ എന്തല്ല. ഇവിടെ ഈ കടലിന്റെ നടുക്ക് ഞങ്ങൾക്ക് അത്തരം സന്ദേഹങ്ങൾ ഒന്നുമില്ല. വെയിലിന്റെ കനം കൂടി വരുന്നതനുസരിച്ച് ശരീരത്തിലും മാറ്റങ്ങളായി തുടങ്ങി. സൂര്യതാപം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അവയൊന്നും എടുത്തിരുന്നില്ല. അത്ര വിലപിടിപ്പുള്ള ഉടുപ്പുകൾ കൂടി വാങ്ങി ഈ യാത്രയുടെ ബജറ്റ് ഇനിയും ഉയർത്തേണ്ടെന്നായിരുന്നു തീരുമാനം. വെയിലേറ്റ് ശരീരം വാടി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാവും. ശരീരത്തിന്റെ നിറം മാറി തുടങ്ങി. രോമങ്ങൾക്ക് തവിട്ട് നിറമായി. വെയിൽ വായന. വെയിൽ ഉദിക്കുന്ന നേരത്ത് പുറത്തിറങ്ങുന്നത് വളരെ കുറച്ചാക്കി. യാത്രയിൽ നന്നായി വായിക്കണമെന്ന് ഞാൻ മുൻപേ തീരുമാനിച്ചിരുന്നു. ഇതിനായി പുസ്തകങ്ങളൊന്നും ഞാൻ വാങ്ങിയില്ല. എന്നാൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ സമ്മാനിച്ച പുസ്തകങ്ങളുടെ വിശാലമായ ലോകം മാതേയിലുണ്ട്. ടിങ്കിൾ കോമിക്സ് മുതൽ ഗബ്രിയേൽ ഗാർസിയ മർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ വരെ പുസ്തകങ്ങൾ അനേകം. യാത്രയ്ക്ക് തൊട്ടു മുൻപാണ് നാഷണൽ ജോഗ്രഫിക് മാഗസിന്റെ കഴിഞ്ഞ 2 വർഷത്തെ ലക്കങ്ങൾ ലഭിച്ചത്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ 2 രാത്രികൾ കൊണ്ട് പൂർത്തിയാക്കി. വിൽ ഡ്യൂറന്റിന്റെ ദ സ്റ്റോറി ഓഫ് ഫിലോസഫി എന്ന പുസ്തകം ഏറെ ഇഷ്ടപ്പെട്ടു. തിരിച്ചെത്തിയ ശേഷം വോൾട്ടയറുടെ രചനകൾ വായിച്ചേ മതിയാവൂ എന്ന പ്രചോദനം ഈ പുസ്തകം എനിക്ക് നൽകി. ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്ന എതിർദിശയിലുള്ള കാറ്റിന്റെ വരവായി. യാത്രയിൽ ഈ കാറ്റിനും സഹായിക്കാനാവും. യാത്രാവഴിക്ക് എതിർദിശയിലാണ് വീശുന്നതെങ്കിലും പായകൾ അതിനനുസരിച്ച് ക്രമീകരിച്ച് സിഗ്സാഗി രീതിയിലായി പിന്നീടുള്ള യാത്ര. ദക്ഷിണായന രേഖയിലേക്കാണ് മാതേയി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. കാലാവസ്ഥ മാറുന്നു. രാത്രിയിൽ ആകാശത്ത് നിലാക്കടൽ തിളങ്ങി. മേഘങ്ങൾ കുറവായതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് നല്ല തെളിച്ചം. രാത്രികൾ ഇങ്ങനെ നീളട്ടെ എന്ന് ആരും മോഹിച്ചു പോകും. ഉഷ്ണമേഖലയിൽ നിന്ന് മിതോഷ്ണ മേഖലയിലേക്കാണ് മാതേയി സഞ്ചരിക്കുന്നത്. ചൂട് കുറഞ്ഞു. നവംബർ 25-നാണ് ആദ്യമായി മാതേയിക്കുള്ളിലേക്ക് ഒരു അതിഥി പിറന്നു വീണത്. അതൊരു പറക്കും മത്സ്യമായിരുന്നു. മിതോഷ്ണത്തിലും ഉഷ്ണമേഖലയിലുള്ള കടലിലാണ് പറക്കും മത്സ്യങ്ങളുടെ വാസം. സാധാരണഗതിയിൽ വഞ്ചികൾക്ക് മുകളിൽ പറന്നു വീണ് ജീവൻ നഷ്ടപ്പെടുത്തുന്ന വർഗമല്ല അവ. എന്നാൽ അവയുടെ കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാലാവസ്ഥയിലേക്കാണ് മാതേയി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. ദിവസവും 4-5 പറക്കും മീനുകളെങ്കിലും മാതേയിയുടെ മേൽത്തട്ടിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയേണ്ട അവസ്ഥയാണ്. കാഴ്ചയില്ലാതെ വന്നു പറന്നു വീഴുന്ന അവയ്ക്ക് പിന്നീട് കടലിലേക്ക് തിരിച്ചു പറക്കാനുള്ള കഴിവില്ലല്ലോ. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് വേഷം മാറാൻ ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട നേരമായി. ചൂടുകാലത്ത് വസ്ത്രങ്ങൾ കുറച്ച് ധരിച്ചാൽ മതി. തണുപ്പ് കാലത്ത് സ്ഥിതി തിരിച്ചാണ്. വസ്ത്രങ്ങൾ അധികം ധരിച്ചേ മതിയാവും. ഇക്കാര്യത്തിലുള്ള ചെറിയൊരു വീഴ്ച പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
ദക്ഷിണായന രേഖ പിന്നിട്ടതിന് പിന്നാലെ മാതേയിയുടെ പ്രത്യേക അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളും ഷൂസും മറ്റും എടുത്ത് തയ്യാറാക്കി വെച്ചു. തണുപ്പ് തുടങ്ങിയിട്ട് ഇവയൊക്കെ എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് മണ്ടത്തരമാണ്. അന്തരീക്ഷോഷ്മാവിനേക്കാൾ കൂടുതൽ തണുപ്പിനെയാണ് ഈ മേഖലയിൽ നേരിടേണ്ടി വരിക. വിൻചിൽ എന്ന് വിളിക്കുന്ന പ്രതിഭാസം കാരണമാണ് തണുപ്പ് കാലത്ത് വീശുന്ന കാറ്റ് ഊഷ്മാവിനെ വീണ്ടും കുറയ്ക്കും. വഴികാട്ടാൻ ആൽബട്രോസ്. യാത്ര 31 ദിവസങ്ങൾ പിന്നിടുന്നു. ചിറകടിക്കാതെ പറക്കുന്ന ആൽബട്രോസ് പക്ഷികളാണ് ഇവിടെ ഞങ്ങളെ വരവേറ്റത്. കടലിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രകടമായ അടയാളമാണ് കൂറ്റൻ ചിറകുകളുള്ള ഈ പക്ഷികൾ. ആദ്യം ദൃഷ്ടിയിൽപ്പെട്ടത് തവിട്ട് നിറമുള്ള ആൽബട്രോസിനെയാണ്. ഇരു ചിറകുകളും വിടർത്തി പറക്കുമ്പോൾ 110 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ ദക്ഷിണായന രേഖയുടെ തെക്കുഭാഗത്ത് ഓസ്ട്രേലിയ മുതൽ ചിലി വരെ ഉണ്ടാവും. തവിട്ടും വെളുപ്പും നിറമുള്ള ആൽബട്രോസ് പക്ഷികളുണ്ട്. കടലിൽ ഒരു ചിറകടി ഒച്ച പോലും കേൾപ്പിക്കാതെ എപ്പോഴും പറന്നുകൊണ്ടിരിക്കും ഇവ. കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനല്ലാതെ കരയിൽ കാല് കുത്തില്ലെന്ന ഉഗ്ര ശപഥമെടുത്ത പക്ഷികളാണിവ. ഞങ്ങൾക്കൊപ്പം ഒരു ആൽബട്രോസ് ചങ്ങാതിയും കൂടി. മാതേയിക്കൊപ്പം പറക്കുകയും വഴികാട്ടുകയും ഒക്കെയാണ് കക്ഷിയുടെ ജോലിയെന്ന് തോന്നുന്നു. മാതേയിക്കുള്ളിലെ മനുഷ്യ സാന്നിധ്യത്തെ ആദ്യം അല്പം അമ്പരപ്പോടെയാണത് കണ്ടത്. പതിയെ പതിയെ അപരിചിതത്വം അലിഞ്ഞില്ലാതായി. ഡിസംബർ 4, യാത്രയുടെ 34-ാം ദിനം. നാവികസേനാ ദിനമാണിന്ന്. ഇന്ത്യയുടെ കടൽ അതിരുകൾ കാക്കുന്നത് മാത്രമല്ല ഇന്ന് നാവികസേനയുടെ ചുമതല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് മുന്നിൽ രാജ്യത്തിന്റെ അഭിമാനമാകാൻ ദേശീയതയുടെ പതാക ഏന്തിയുള്ള അനേകം ചരിത്ര പ്രയാണങ്ങൾക്കും ഇന്ന് നാവികസേന മുന്നിട്ട് നിൽക്കുന്നു. ഈ യാത്രയും അതിലൊന്നാണ്. 2 ദിവസം കൂടി ശാന്തമായിരുന്നു. 36-ാം ദിവസം രാവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടി. 35 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റും 7 മീറ്റർ ഉയരത്തിൽ വരെ തിരകൾക്കും സാധ്യത. മുന്നറിയിപ്പിനെ അവഗണിക്കേണ്ട കാര്യമില്ല. വൈകിയില്ല, കാറ്റിന്റെ വിളംബരം എത്തി. തിരകൾ ഉയർന്നു തുടങ്ങിയതോടെ കടൽ പതഞ്ഞു തുടുത്തു. നീലക്കടലിന് വെളുത്ത നിറം, പക്ഷേ കാറ്റ് മര്യാദക്കാരിയായിരുന്നു. മാതേയിയെ വല്ലാതെ കഷ്ടപ്പെടുത്താൻ അതിനുദ്ദേശമില്ലായിരുന്നു. തിരകൾക്ക് മുകളിൽ ഞങ്ങൾ മീറ്ററുകളോളം ഉയർന്നു. ഇതുവരെ കാണാൻ കിട്ടാത്ത കാഴ്ചയായിരുന്നു അപ്പോഴെല്ലാം. സമുദ്രനിരപ്പിൽ നിന്ന് കുറച്ചുയരത്തിൽ നിൽക്കുമ്പോൾ ചുറ്റുപാടും കുറെ കൂടി ഏറെ വ്യക്തമായി കാണാം. കെട്ടിടത്തിന് മുകളിൽ കയറി താഴേക്ക് നോക്കും പോലെ. കാറ്റിന്റെ കരുത്തുകൂടി വരുന്നതനുസരിച്ച് തിരകളുടെ എണ്ണവും കൂടി. ഓരോ സമയത്തും മുകളിലേക്കും താഴേക്കുമുള്ള യാത്രകളുടെ എണ്ണവും കൂടി വന്നു. മാതേയി എത്രമാത്രം കരുത്തോടെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വീണ്ടും ഓർത്തുപോയി. എത്ര വലിയ തിരയടിച്ചിട്ടും അവൾക്കൊരു കുലുക്കവുമില്ല. തവിട്ട് ആൽബട്രോസിന്റെ ആവാസ മേഖലയും ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി വെളുത്ത ചിറകുകളുള്ള ആൽബട്രോസ് പക്ഷികളാണ് പുതിയ ചങ്ങാതിമാർ. കടലിനു മീതെ അവയുടെ പറക്കൽ നോക്കിയിരിക്കാൻ രസമാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ ദിവസമാണിന്ന് എന്ന് കരുതിയാണ് അവ പറക്കുന്നതെന്ന് തോന്നും. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ പക്ഷിയാണ് വെള്ള ആൽബട്രോസ്. ചിറകുകളുടെ വ്യാപ്തി മാത്രം ഏകദേശം 10 അടിയോളം വരും. ആയുസ്സിന്റെ മഹാഭൂരിപക്ഷം സമയവും പറക്കുന്ന പക്ഷിയാണിത്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും അവയ്ക്ക് ഭക്ഷണം നൽകാനും മാത്രം കരയിലെത്തും. ഓരോ വർഷവും ഈ പക്ഷി സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കിയെടുക്കുക ബുദ്ധിമുട്ടാണത്രേ. എന്നാൽ നിരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരു പക്ഷി 12 ദിവസം കൊണ്ട് പറന്നത് 6000 കിലോമീറ്റർ. യാത്രയുടെ 1-ാം ഘട്ടം പൂർത്തിയാവുകയാണ്. ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞു. 37 ദിവസം കൊണ്ട് 5000 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് കഴിഞ്ഞതായി മാതേയിയെ ട്രാക്ക് ചെയ്യുന്ന ഏജൻസിയുടെ റിപ്പോർട്ട് ലഭിച്ചു. അത് ഭേദപ്പെട്ട ദൂരമാണ്. കേപ്പ് ലൂവിൻ മുനമ്പിലേക്ക് ഇനി അധികമില്ല. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട യാത്രയുടെ ആദ്യത്തെ അടയാളമാണ് ഈ മുനമ്പ്. ഞങ്ങൾക്ക് പിന്നിടേണ്ട 3 പ്രധാന മുനമ്പുകളിൽ ആദ്യത്തേത്. ഇവിടുന്ന് അങ്ങോട്ട് മാതേയിയും ഞാനും ദിശ തിരിക്കുകയാണ്. പുതിയ കടൽ അനുഭവങ്ങളിലേക്ക്, കാറ്ററിവുകളിലേക്ക്. കേപ്പ് ലൂവിൻ മുതൽ ന്യൂസിലൻഡ് വരെ. ലൂവിൻ എന്ന വാക്കിന് പെൺസിംഹം എന്നാണ് അർത്ഥം. ഓസ്ട്രേലിയയുടെ തെക്കുപടിഞ്ഞാറേ മുനമ്പ്. 1622 ഇവിടെ എത്തിയ ഡച്ച് കപ്പലിന്റെ പേരായിരുന്നു അത്. തുടർന്ന് ഈ മുനമ്പിന് കേപ്പ് ലൂവിൻ എന്നു പേരു വന്നു. ദക്ഷിണ സമുദ്രമാണിവിടെ.
അന്റാർട്ടിക്കയിൽ നിന്ന് ഉരുകി വീഴുന്ന മഞ്ഞുപാളികളുടെ തണുപ്പുള്ള കടലാണിത്. വിസ്തൃതിയുടെ കാര്യത്തിൽ പസഫിക്കും അറ്റ്ലാന്റിക്കും ഇന്ത്യൻ മഹാസമുദ്രവും കഴിഞ്ഞാൽ ഏറ്റവും വലുത്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ചുറ്റി നിൽക്കുന്ന സമുദ്രമാണിത്. അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ എന്നീ സമുദ്രഭാഗങ്ങളുടെ ദക്ഷിണ ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഈ സമുദ്രമെന്ന് പറയാം. ഇവിടെ വരെ മാതേയി തെക്കിനെ അഭിമുഖീകരിച്ചാണ് യാത്ര ചെയ്തത്. ഇവിടെ മുതൽ ഇനി കിഴക്കോട്ടാണ് പ്രയാണം. ഡിസംബർ 12-ന് 12 മണിയും 12 മിനിറ്റും 12 സെക്കൻഡും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യാത്രയുടെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നു. ഈ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല, അതൊരാകസ്മികത മാത്രമായിരുന്നു. ഡിസംബർ 12 മാതേയിയുടെ കാര്യത്തിൽ ശ്രേഷ്ഠ ദിനം കൂടിയാണ്. ഈ ദിവസമായിരുന്നു മാതേയിയുടെ ഹൾ ചട്ടക്കൂട് ആദ്യമായി നീരിലിറക്കിയത്. 2008 ഡിസംബർ 12-ലെ ആ ധന്യമുഹൂർത്തത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ ആശംസാ സന്ദേശങ്ങൾ എത്താൻ ഒട്ടും വൈകിയില്ല. അഡ്മിറൽ അവട്ടി, കമാൻഡർ ദോണ്ടെ, ബോട്ട് നിർമ്മാതാവ് രത്നാകർ എന്നിവരുടെ മനക്കോണിൽ മാതേയിയുടെ ചെറിയ കാര്യം പോലും മായാതെ ഉണ്ടല്ലോ. ആദ്യ മുനമ്പിന് അപ്പുറം. ഡിസംബർ 10-ന് ഞങ്ങൾ കേപ്പ് ലൂവിനിലേക്കുള്ള രേഖാംശം പിന്നിട്ടിരുന്നു. നോൺ സ്റ്റോപ്പ് യാത്രയിൽ മുനമ്പുകൾക്ക് എന്തു പ്രസക്തി എന്നാലോചിക്കുന്നവരുണ്ട്. കടൽ യാത്രയിൽ ഓരോ മുനമ്പും ഓരോ നാഴികക്കല്ലുകളാണ്. യാത്രയുടെ 2-ാം പാദത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മാതേയിയുടെ ജനറേറ്ററിൽ കുറച്ച് അറ്റകുറ്റപ്പണി വേണ്ടി വന്നു. ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനറേറ്റർ പെട്ടെന്ന് ഓഫാകുന്നു. കൂളിംഗ് സിസ്റ്റത്തിന്റെ തകരാറാണോ എന്ന് നോക്കി, അല്ല, ഓയിൽ നില കൃത്യമാണ്, എങ്കിലും ഓയിൽ മാറ്റി. കാലാവസ്ഥയ്ക്കനുസരിച്ചല്ലാതെ എപ്പോൾ വേണമെങ്കിലും ചുഴലിക്കാറ്റിന് സാധ്യതയുള്ള മേഖലയാണിവിടം. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പേര് വിളിക്കുന്ന ഇവയെ പക്ഷേ കാലാവസ്ഥാ നിരീക്ഷകർക്ക് വേഗം കണ്ടെത്താനും പ്രവചിക്കാനും കഴിയും. എങ്കിൽ പോലും അവയുടെ പ്രഹരപാതയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. താപനില 15 ഡിഗ്രിയായി കുറഞ്ഞു. കടൽ ജലത്തിന് അതിലും തണുപ്പുണ്ട്. അതിനാൽ ഓരോ കുളിക്കും വെള്ളമെടുത്ത് എഞ്ചിൻ റൂമിൽ കൊണ്ടുപോയി ചൂടാക്കേണ്ട അവസ്ഥയാണ്. ഓരോ ദിവസവും കാറ്റിന്റെ കളി കൂടി വന്നു. എതിർക്കാറ്റ്, ഹെഡ് വിൻഡ് ശക്തമായി വീശുന്നുണ്ട്. മാതേയി ദിശ തിരിയാതെ നോക്കുക വിഷമം പിടിച്ച ജോലിയായി. തിരകൾക്ക് ശക്തി കൂടി. ഓരോ തവണയും അവ ഞങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നു. പായകൾ കീറിപ്പോകാതിരിക്കാൻ കരുതൽ വേണം. കൈക്കുഞ്ഞിനെ എന്ന പോലെ ഈ സമയത്ത് മാതേയിയെ പരിപാലിച്ചേ മതിയാവൂ. അതോടെ സ്വാഭാവികമായും ഉറക്കം കുറഞ്ഞു. കണ്ണടച്ച് ആഞ്ഞടിക്കുക. 30 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വീശി തുടങ്ങിയ കാറ്റ് പതിയെ 45 നോട്ടിക്കൽ മൈൽ വേഗമെടുത്തു. ഇതോടെ മാതേയിക്ക് പരമാവധി വേഗമായ 16 നോട്ടിക്കൽ മൈൽ വരെ കിട്ടിത്തുടങ്ങി. എതിർകാറ്റിൽ മാതേയി ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് സഞ്ചരിക്കുക. കാറ്റ് വീശുന്നിടത്തോളം നേരം ഈ ചെരിവുണ്ടാകും. ഈ ചെരിവിന് അനുസരിച്ച് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്താൻ പ്രത്യേക പരിശീലനം വേണം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇതിനിടെ അഡ്മിറൽ റിട്ടയർഡ് അവട്ടിയുടെ സന്ദേശമെത്തി. ഞങ്ങൾ കടലിൽ എതിർക്കാറ്റിനോട് മൽപ്പിടുത്തം നടത്തുകയാണെന്ന് മനസ്സിലാക്കിയുള്ള ആ സന്ദേശം ഇതായിരുന്നു: ഒന്നും നോക്കാതെ പ്രഹരിക്കുക. അദ്ദേഹം ഈ പറഞ്ഞത് ആരോടാണ്? തിരമാലകളോടോ അതോ ഞങ്ങളോടോ? ഞങ്ങൾ പരസ്പരം പ്രഹരം തുടർന്നുകൊണ്ടിരുന്നു. കമാൻഡർ ദിലീപ് ദോണ്ടയുടെ ആദ്യ യാത്രയിൽ ഈ മേഖലയിൽ വെച്ചുണ്ടായ കുഴപ്പങ്ങൾ ചില്ലറയല്ല. 9 മീറ്റർ ഉയരത്തിൽ ആഞ്ഞടിച്ച ഒരു തിരയിൽ മാതേയിയുടെ ഒരു പായ നെടുക കീറിപ്പോയി. വലിയ തിരിച്ചടിയായിരുന്നു അത്. എന്നിട്ടും കുഴപ്പങ്ങളില്ലാതെ അടുത്ത കരയെത്താൻ മാതേയി അചഞ്ചലമായ കരുത്ത് കാട്ടിയെന്ന് ദോണ്ടെ പറഞ്ഞത് ഓർമ്മിക്കുന്നു. ലോകം അവസാനിക്കാനുള്ളതല്ല. ഡിസംബർ 21 യാത്രയുടെ 51-ാം ദിനം. സൂര്യന്റെ ദക്ഷിണ സംക്രമം പൂർത്തിയാവുകയാണ്. കരയിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അന്ത്യത്തോടടുക്കുന്നു. മായൻ കലണ്ടർ പ്രകാരം ലോകാവസാനം ഈ ദിവസമാണ്. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കി ലോകാവസാനത്തെ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറെടുത്ത് കാണും. മാതേയും ഞാനും അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും നേരമില്ലാതെ കാറ്റിനോട് കളിക്കുകയാണ്. ലോകം അവസാനിച്ചാലും ഈ കടൽ ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങളുടെ കാര്യമോ? മായൻ കലണ്ടറുകളുടെ പ്രവചനത്തെയും ഞങ്ങൾക്ക് മുന്നിൽ വീശുന്ന കാറ്റ് ദൂരേക്ക് പറത്തിക്കളഞ്ഞു. തിരക്കൈകളിൽ ക്രിസ്മസ്. ന്യൂസിലൻഡിന് തൊട്ടരികിലൂടെയാണ് ഇപ്പോൾ പ്രയാണം. ക്രിസ്മസ് അടുത്തു വരുന്നു.
കാരൽ ഗാനങ്ങളുടെ കുളിരും രാത്രികളിലെ നക്ഷത്ര വെളിച്ചവും ഒന്നും ഇവിടെയില്ല. എങ്കിലെന്താ, ഇങ്ങനെ ഒരു ക്രിസ്മസ് ലോകത്ത് വേറെ എത്ര പേർക്ക് ആഘോഷിക്കാൻ കഴിയും? ഈ ദിവസങ്ങളിൽ ആക്രമണ സ്വഭാവം കാട്ടിയിരുന്ന കടൽ ഒന്നയഞ്ഞു. ക്രിസ്മസ് അവധിയെടുത്തതാവും. പക്ഷേ ഡിസംബർ 24 രാവിലെ കാലാവസ്ഥ തകിടം മറിഞ്ഞു. കാറ്റ് മറ്റു പല സുഹൃത്തുക്കളെയും കൂട്ടി ഒന്നിച്ചാക്രമിക്കാൻ വന്നു. തലങ്ങും വിലങ്ങും വീശാൻ തുടങ്ങിയതോടെ തിരമാലകളിൽ മാതേയി പല വഴി തിരിഞ്ഞുലഞ്ഞു. തണുപ്പിലും വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. എത്ര നേരമാണ് കാറ്റിന്റെ ഈ കളി നീണ്ടു നിന്നത് എന്നറിയില്ല. കടൽ ഒന്നടങ്ങിയപ്പോഴേക്കും ശരിക്കും അവശനായിരുന്നു. എന്നാൽ ക്രിസ്മസ് ദിനം വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾക്കുള്ള സമ്മാനമെത്തി. അപകടമില്ലാത്ത മികച്ച കാറ്റിന്റെ കാലമായി. 24 മണിക്കൂർ നേരം കൊണ്ട് പിന്നിട്ടത് 201 നോട്ടിക്കൽ മൈൽ. ഇതിനേക്കാൾ വലിയ എന്ത് സമ്മാനമാണ് കടൽ ഞങ്ങൾക്ക് തരിക? ക്രിസ്മസ് ആഘോഷിക്കുക തന്നെ. ലാപ്ടോപ്പ് തുറന്ന് ഒരു സിനിമയിലേക്ക് കണ്ണു നട്ടു. വിശാലമായി കിടന്ന് ലാപ്ടോപ്പിന് മുന്നിൽ തല ഉയർത്തി വെച്ച് സുഖസുന്ദരമായി സിനിമ കാണുകയാണെന്ന് മാത്രം കരുതരുത്. വശം ചെരിഞ്ഞു മുന്നേറുന്ന മാതേയിൽ വീഴാതിരിക്കാൻ ഒരു കൈ ബോട്ടിൽ പിടിച്ച് പടിഞ്ഞിരുന്ന് കാലുകൾ രണ്ടും അടുത്തു ചവിട്ടി ഉറപ്പിച്ച് ഒരു കൈ കൊണ്ട് ലാപ്ടോപ്പ് താഴെ വീഴാതെ മുറുകെ പിടിച്ചുള്ള ഒരുതരം അഭ്യാസമാണിത്. ഈ നിലയിൽ ഏറ്റവും അധികം സിനിമ കണ്ടിട്ടുള്ള മറ്റനേകം പേരുണ്ടാവില്ല. തണുപ്പുകാലത്തേക്കായി കുറേയേറെ സിനിമകൾ ലാപ്ടോപ്പിൽ ഞാൻ കരുതിയിരുന്നു. തണുപ്പിൽ പുസ്തക വായന ബുദ്ധിമുട്ടാണ്. കൈകൾ പുറത്തെടുത്ത് താളുകൾ മറിക്കുന്നത് പ്രയാസകരം. എങ്കിലും വായിക്കാതെ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഒരു സുഹൃത്ത് സമ്മാനിച്ച ഈ റീഡർ എടുത്ത് തുറക്കും. അതിൽ ഡിജിറ്റൽ രൂപത്തിൽ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. രാത്രിയുടെ ഭീകരത. തണുപ്പ് വീണ്ടും കൂടി. 7 ഡിഗ്രിയായിരുന്നു പലപ്പോഴും താപനില. പിൻഡിച്ചിൽ വേറെ. ഈ സമയത്ത് തണുത്തുറഞ്ഞിരിക്കുന്ന പുറത്തെ സ്റ്റീൽ ഫിറ്റിങ്ങുകളിൽ ഏതിലെങ്കിലും കൈകൊണ്ട് പിടിക്കുകയെന്നത് ആലോചിക്കാൻ പോലും പറ്റാതായി. ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് കമ്പിയിൽ മുറുകെ പിടിക്കുന്നതാണ് ഇതിലും ഭേദം. ഷൂസ് ഇടാതെ മാതേയുടെ പുറത്തുകൂടി നടക്കാനും വയ്യ. തണുപ്പ് കൂടിയതോടെ കടലിലെ കാഴ്ച അവ്യക്തമായി തുടങ്ങി. രാത്രികളിലാണ് ഇതേറെ പ്രയാസമുണ്ടാക്കിയത്. ഉഗ്രൻ ഒരു കൊടുങ്കാറ്റ് പിറന്ന രാത്രി. വലിയൊരു ഹുങ്കാര ശബ്ദം അടുത്തേക്ക് വരുന്നു. വലിയൊരു കപ്പലാവാം, നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ കടൽ കഥകളിൽ നിന്ന് വാപിളർന്ന് വിഴുങ്ങാനെത്തുന്ന കടൽ പിശാചാവാം, തിമിംഗലമാവാം, ഒന്നും വ്യക്തമല്ല. മാതേയുടെ പായകൾ വലിയ ശബ്ദത്തോടെ വിടർന്നു. മനസ്സിൽ ആയിരം സംശയങ്ങൾ പെരുമ്പറ കൊട്ടി. രാത്രിയിൽ വഴി കാട്ടാനെത്തിയ ഒരു കൊടുങ്കാറ്റായിരുന്നു അത്. പക്ഷേ ശബ്ദം കൊണ്ട് അത് ഏകാന്ത യാത്രികരെ വല്ലാതെ ഉലയ്ക്കും. പേടി സ്വപ്നങ്ങളിലേക്ക് എടുത്തെറിയും. ഒരിക്കലെങ്കിലും ഇതുവഴി കടന്നു പോയിട്ടുള്ളവർക്ക് അത് പ്രശ്നമാവില്ല. ആദ്യമായാണ് ഇതുവഴി യാത്രയെങ്കിൽ തിരകളേക്കാൾ ശക്തമായി ചിന്തകൾ ഉലയും, തീർച്ച. ഓസ്ട്രേലിയൻ മുനമ്പ് പിന്നിട്ട് ന്യൂസിലൻഡിനോട് അടുക്കുമ്പോൾ യാത്രയുടെ 2ാം ഘട്ടം പൂർത്തിയാവുകയാണ്. ന്യൂസിലൻഡിലുള്ള സഹോദരൻ അനീഷ് യാത്രയ്ക്ക് മുൻപ് മുംബൈയിലേക്ക് അയച്ചു തന്ന ഭക്ഷണ വിഭവങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയാതെ വയ്യ. അവ കവർ പൊട്ടിക്കാതെ ചൂടുവെള്ളത്തിലിട്ട് എടുത്താൽ മാത്രം മതി. ഇതുവരെയുള്ള കടലിന് ചാരനിറം കൂടുതലായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കടും നീലയാണ് ചുറ്റും. ന്യൂസിലൻഡ് മുതൽ കേപ്പ് ഹോൺ വരെയുള്ള യാത്രയുടെ 3ാം ഘട്ടം. ഇതുവരെ കടൽ നൽകിയതൊക്കെ നിസാര അനുഭവങ്ങളായിരുന്നുവെന്ന് അപ്പോൾ ഞങ്ങൾ ഓർത്തില്ലല്ലോ. 7 2 പുതുവത്സരങ്ങൾ. ക്രിസ്മസ് കടന്നുപോയി. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ന്യൂസിലൻഡിന്റെ ഭാഗമായ സബ് അന്റാർട്ടിക് ദ്വീപുകൾ പിന്നിട്ടു. വിശാലമായ പസഫിക് മഹാസമുദ്രം ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഭൂഗോളത്തിന്റെ ഏകദേശം പകുതി വലിപ്പമുള്ള പസഫിക്കിന് കരയെ ഒന്നാകെ വിഴുങ്ങാനുള്ള ആഴവും വിസ്തൃതിയുമുണ്ട്. ആദ്യമായി കടൽ ചുറ്റുന്ന നാവികനെ മാനസികമായി തളർത്തിക്കളയാനുള്ള എല്ലാ വിഭവങ്ങളുമുള്ള കടൽ. അടുത്തെങ്ങും കരയുണ്ടാവില്ലെന്ന ഓർമ്മ മാത്രം മതിയാവും മനസ്സിൽ സംഘർഷത്തിര ആഞ്ഞടിക്കാൻ. വടക്ക് ആർട്ടിക് മുതൽ തെക്ക് ദക്ഷിണ മഹാസമുദ്രം വരെ വിശാലമാണ് പസഫിക്കിന്റെ അതിരുകൾ. പടിഞ്ഞാറ് ഏഷ്യയും ഓസ്ട്രേലിയയും, കിഴക്ക് അമേരിക്കൻ ഭൂഖണ്ഡം. 16.5 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ മഹാസമുദ്രത്തിന്. ഭൂമുഖത്തെ ജലോപരിതലത്തിന്റെ 46% പസഫിക് ഉൾക്കൊള്ളുന്നുവെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം ഭീകരമായ ആ യാഥാർത്ഥ്യം. ഭൂമധ്യരേഖ പോലും പസഫിക്കിനെ നെടുക മുറിക്കുന്നുണ്ട്. ഉത്തര പസഫിക് എന്നും ദക്ഷിണ പസഫിക് എന്നും. വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ മറീന ട്രെഞ്ച് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ കടൽ.
അടിത്തട്ടിലെത്താൻ സഞ്ചരിക്കേണ്ടത് 10,911 മീറ്റർ, അതായത് ആഴം ഏകദേശം 11 കിലോമീറ്റർ. 1521 സമുദ്ര പര്യടനത്തിന് ഇറങ്ങിയ പോർച്ചുഗീസ് നാവികൻ ഫെർഡിനാൻഡ് മഗല്ലനാണ് പസഫിക് എന്ന് പേരിട്ടത്. പസഫിക്കിലെത്താൻ അദ്ദേഹത്തിന് അനുഗ്രഹം പോലെ മികച്ച കാറ്റ് കിട്ടി. അതിന്റെ ഓർമ്മയ്ക്കായി പോർച്ചുഗീസ് ഭാഷയിൽ മാർ പസഫിക്കോ എന്ന് ഈ കടലിനെ അദ്ദേഹം വിളിച്ചു. മലയാളത്തിൽ ശാന്തസമുദ്രം. പസഫിക്കിൽ ഞങ്ങൾക്ക് കടന്നു പോവേണ്ട പാതയിൽ കപ്പലുകളുടെ സഞ്ചാരം വളരെ കുറവ്. രക്ഷാപ്രവർത്തനം അതിലേറെ ബുദ്ധിമുട്ട് പിടിച്ചത്. കരയിൽ നിന്ന് കടലിന്റെ നടുക്കെത്താൻ തന്നെ വേണം അനേകം മണിക്കൂറുകൾ. പസഫിക്കിൽ ഞാനും ആദ്യമാണ്. മഹദേയിൽ വിശ്വാസമർപ്പിക്കാം. കരിനീല കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചാരനിറമാണ് കൂടുതലെങ്കിൽ പസഫിക്കിൻ്റെത് കടും നീലയാണ്. അടുത്തെങ്ങും ഒരു കര പോലുമില്ലാത്തത് തന്നെ കാരണം. കാലാവസ്ഥയും അതിനനുസരിച്ചു മാറുന്നു. അതിന് തെളിവായി ഏതാനും കടൽ പക്ഷികളും ഞങ്ങൾക്ക് മുന്നിലെത്തി. ആകാംക്ഷയും ആവേശവും ഉള്ളിൽ തിരയടിക്കുന്നു. ഞാൻ ജനുവരിയിലേക്ക് കുറിച്ചു വെച്ചിരുന്ന ബിരിയാണി പാക്കറ്റുകളിൽ ഒന്ന് നേരത്തെ തുറന്നു. കര കണ്ടിട്ട് 58 ദിവസമായിരിക്കുന്നു. സ്നേഴ്സ് ദ്വീപുകളുടെ നേർക്ക് മാതേയിയുടെ ദിശ തിരിച്ചു. കര പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല അപ്പോഴുമെങ്കിലും. കാഴ്ചയിലെങ്ങും പരന്നു കിടക്കുന്ന ഈ നീല നിറത്തിന് ഒരു മാറ്റമാവട്ടെ എന്ന് വിചാരിച്ചു. പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു പൊട്ടുപോലെയെങ്കിലും കര കാണാമെന്ന് കരുതിയിരിക്കെ കാറ്റ് കറക്കിയടിച്ചു. ക്രിക്കറ്റിലെ സ്വിംഗ് ബോളിങ്ങിന് പോലെയായിരുന്നു അത്. ഏകദേശം 33 നോട്ടിക്കൽ മൈലുകൾ കരിക വെച്ച് ആ കര ഞങ്ങൾക്ക് നഷ്ടമായി. 33 നോട്ടിക്കൽ മൈൽ ഒരു വലിയ ദൂരമാണെന്ന് വിചാരിക്കേണ്ട. നാവികർക്ക് 1 നോട്ടിക്കൽ മൈൽ എന്നാൽ ഒരു തലമുടി ഇഴ പോലെയേ ഉള്ളൂ. തലനാരിഴയ്ക്ക് കരക്കാഴ്ച നഷ്ടമായി എന്നതാണ് സത്യം. ഏതാണ് യഥാർത്ഥ സമയം? ഡിസംബർ 28 രാവിലെ എഴുന്നേറ്റപ്പോൾ ആകപ്പാടെ അസ്വസ്ഥത. മാതേയിലെ ക്ലോക്കുകൾ നിലവിളിക്കുന്നു. പ്രാദേശിക സമയം പറയുന്ന ക്ലോക്കിൽ സമയം രാവിലെ 10 മണി. ഉണരാൻ വൈകിയോ? മാതേയിൽ 3 സമയകാലം ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സമയം, പ്രാദേശിക സമയം, പിന്നെ വിവിധ മേഖലകളിലെ സമയം കണക്കാക്കാൻ ആധാരമാക്കുന്ന UTC, കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം. 2 ക്ലോക്കുകൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, വാച്ച്, സാറ്റലൈറ്റ് ഫോൺ എന്നിവ മാതേയിൽ ഉണ്ട്. ഇവയിലെല്ലാം പല സമയങ്ങൾ ക്രോഡീകരിച്ചാണ് യാത്ര. രാവിലെ ഇവയെല്ലാം കാണിക്കുന്നത് പല സമയം. കാര്യം പിടികിട്ടി. യാത്രക്കിടെ ഞങ്ങൾ വീണ്ടും സമയരേഖ മറികടന്നിരിക്കുന്നു. യാത്രയിൽ ഇത് പതിവാണ്. ഓരോ തവണയും സഞ്ചരിക്കുന്ന പ്രദേശത്തിന് സമയമനുസരിച്ച് ക്ലോക്കുകൾ തിരിച്ചു വെക്കേണ്ടതുണ്ട്. പുലർച്ചെ ഇത് മാറുമെന്നോർത്തില്ല. അതാണ് പ്രശ്നമായത്. എല്ലാം ഒന്ന് ശരിയാക്കാൻ കുറേ സമയമെടുത്തു. രാവിലെ 10 മണി ആയിട്ടില്ലെന്ന് വ്യക്തമായി. പുലർച്ചെ എഴുന്നേറ്റ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പഠിക്കുന്ന പതിവ് ഇത്തവണയും തെറ്റിയില്ല. ക്ലോക്കിലെ സൂചികൾ നേരെയാക്കിയതിന്റെ പേരിൽ അല്പം വൈകിയെന്നു മാത്രം. മൂന്നാം ഘട്ടത്തിലേക്ക്. ഡിസംബർ 30 മുംബൈയിൽ നിന്ന് തിരിച്ചിട്ട് 60 ദിവസം. ഞങ്ങൾ ന്യൂസിലൻഡ് പിന്നിടുകയാണ്. ഇവിടം മുതൽ കേപ്പ് ഹോൺ വരെയുള്ള യാത്രയുടെ 3-ാം ഘട്ടം. അടുത്തെങ്ങാനും കരയുള്ളതിന്റെ ലക്ഷണമായി ഒരു മേഘത്തെ പോലും കാണാനില്ല. മുകളിൽ നീലാകാശം, താഴെ കരിനീലക്കടൽ. ഇപ്പോൾ ഞങ്ങൾക്കരികെ കരയിലേക്കുള്ള കുറഞ്ഞ ദൂരം 4000 മൈൽ. ന്യൂസിലൻഡിന്റെ ദിശയിലേക്ക് നോക്കി മാതേയിൽ നിന്ന് ഉറക്കെ ഒരു ഹലോ പറഞ്ഞു. അവിടെ ഓക്സ്ലൻഡിൽ സഹോദരൻ അനീഷും കുടുംബവുമുണ്ട്. കമാൻഡർ ദോണ്ടയുടെ ലോക പര്യടനത്തിന്റെ ഇടവേളകളിൽ ഒന്ന് ചെലവഴിച്ചത് അവിടെയായിരുന്നു. ഓക്ലൻഡിലെ ലിറ്റിൽ ടൗണിൽ പരിചയക്കാരേറെ. അവിടെ നിന്ന് മാതേയും ദോണ്ടയും യാത്ര പുനരാരംഭിച്ചപ്പോൾ അവരെ യാത്രയയക്കാൻ സ്വന്തം വഞ്ചി വിട്ടുതന്ന മെർവ്, ഞങ്ങളുടെ ഏജന്റായിരുന്ന പീറ്റർ റിയ, വർഷങ്ങളായി ന്യൂസിലൻഡിലുള്ള കൊച്ചിക്കാരൻ ജോർജ് എന്നിങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ നാട്. വലിയ ഹൃദയമുള്ള ചെറിയ പട്ടണമെന്നാണ് ദോണ്ടെ ആ നാടിനെ വിശേഷിപ്പിക്കുക. ഓക്സ്ലൻഡിനെ കുറിച്ച് ഒരിക്കലും മരവിക്കാത്ത ഓർമ്മകൾ വേറെയുമുണ്ട്. 2009 അവിടെ വച്ചാണ് ഞാൻ ആദ്യമായി ഒരു മഞ്ഞുകട്ട കൈകൊണ്ട് തൊട്ടത്. മാതേയുടെ ചെറിയ ജീവിതത്തിനിട വന്ന 3 ശിശിരകാലങ്ങളിൽ 2ഉം ദക്ഷിണ മഹാസമുദ്രത്തിലായിരുന്നു. ആദ്യം കമാൻഡർ ദോണ്ടയ്ക്കൊപ്പമുള്ള ലോക പര്യടനം. അടുത്ത വർഷം കേപ്പ് ടൗണിൽ നിന്ന് റിയോ ഡി ജനീറോയിലേക്കുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് റേസ്. അതേ തുടർന്ന് ഞങ്ങൾ മാത്രമായി ഇന്ത്യയിലേക്കുള്ള ഏകാന്ത യാത്ര.
2011 മാത്രമാണ് മാതേയിക്ക് ഒരു ശിശിരകാലം ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ചെലവഴിക്കേണ്ടി വന്നത്. ഗുഡ് ബൈ 2012. ന്യൂസിലൻഡിനെ കടന്നുപോയ 2 ദിവസങ്ങൾ അത് വേഗം പോയി. 2012 യാത്ര പറയാൻ നേരമായി. പുതുവത്സരത്തെ വരവേൽക്കാൻ DFRLകാരുടെ പുതിയ പാക്കറ്റ് ഹൽവയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ന്യൂ ഇയറിന് വേണ്ടി ക്രിസ്മസ് ദിനത്തിൽ ബാക്കി വെച്ച ബോൺവിൽ ചോക്ലേറ്റുമുണ്ട് കുറച്ച്. ഇന്ത്യൻ സമയം ഡിസംബർ 31 വൈകിട്ട് 5:30 ഞങ്ങൾ കലണ്ടർ ദിവസങ്ങളെ 2ആയി ഭാഗിക്കുന്ന ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, രാജ്യാന്തര ദിനാങ്ക രേഖ മറികടന്നു. അതായത് ഇന്ത്യൻ സമയത്തേക്കാൾ 6.5 മണിക്കൂർ മുൻപൊരു പുതുവത്സരാഘോഷം. 2013 സ്വാഗതം. മാതേയി 2ാം തവണയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടക്കുന്നത്. ഞങ്ങളിപ്പോൾ ഭൂമിയുടെ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ്. യാത്ര തുടരുമ്പോൾ വീണ്ടും തിരികെ പ്രവേശിക്കണം. അധികം വൈകിയില്ലെങ്കിൽ 2ാം വട്ടം ഒരിക്കൽ കൂടി പുതുവത്സരം ആഘോഷിക്കാം. ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി അകലെയുള്ള ഉത്തര ദക്ഷിണ രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള സാങ്കല്പിക രേഖ. ഇത് കലണ്ടർ ദിവസങ്ങളെ 2ആയി പകുക്കുന്നു. കാലത്തെയും കടലിനെയും കടന്ന് ഇവിടെ എത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒരു ദിവസം ലാഭിക്കാം. ഞങ്ങൾക്ക് ആ ഭാഗ്യം കൈവന്നത് പുതുവത്സര ദിനത്തിലായിരുന്നു. മഹാഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. പൊള്ളിച്ച പുതുവർഷം. ക്ലോക്കുകൾ സമയത്തെ ചൊല്ലി ഉണ്ടാക്കുന്ന കലപിലയേക്കാൾ വലുതാണ് ഇവിടെ കലണ്ടറുകൾ ഉണ്ടാക്കുന്ന നിശബ്ദ വിപ്ലവം. യഥാർത്ഥത്തിൽ ഒരു ദിവസം മുൻപേ അല്ലാത്തതിനാൽ നമ്മൾ സ്വയം കലണ്ടർ താളുകൾ മറിച്ചേ മതിയാവൂ. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടില്ല. അതിനു മുൻപേ ദിവസരേഖ തിരിച്ചു കടക്കണം. 6 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. മാതേയി ദിനാങ്ക രേഖ 2ാമതും മുറിച്ചു തിരികെ എത്തി. 6 മണിക്കൂർ മാത്രം ജീവിച്ച ആദ്യത്തെ 2013 അവിടെ അവസാനിച്ചു. വീണ്ടും ഞങ്ങൾ 2012. കുറച്ചു നേരത്തേക്ക് മരിച്ചുപോയ 2012 ഉയിർത്തെഴുന്നേൽപ്പ്. പുതുവത്സര പ്രതിജ്ഞയെടുത്താൽ അത് നിറവേറ്റാൻ ഇതിനേക്കാൾ പറ്റിയ അവസരമുണ്ടാവില്ലായിരുന്നു എന്നോർത്തുപോയി. 1/2 മണിക്കൂർ സമയം പിന്നിട്ടപ്പോൾ വീണ്ടും അടുത്ത പുതുവത്സരം എത്തുകയായി. ഇന്ത്യക്കാർക്കൊപ്പം ഞങ്ങളുടെ പുതുവർഷം 2013 ഇനി ഒരിക്കൽ കൂടി ഉടൻ വിട പറയുകയില്ല. ധൈര്യമായി കലണ്ടറിന്റെ താൾ മറിക്കാം. ആദ്യമായി പുതുവത്സരത്തെ വരവേറ്റതും ഏറെ വൈകി 2012 വിട പറഞ്ഞതും ഞങ്ങളെന്ന എഴുതപ്പെടാത്ത റെക്കോർഡും പേരിലാക്കി മാതേയിയും ഞാനും യാത്രയിൽ 62 ദിവസങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട്. ഏറെ മുന്നോട്ട് പോകും മുൻപേ ഈ വർഷം ആദ്യത്തെ അടികിട്ടി. ജനറേറ്ററുമായി ഘടിപ്പിച്ചിരിക്കുന്ന വാട്ടർ പമ്പ് വിട്ടുപോയി. കൈവശം പകരമൊന്നും ഉണ്ടായിരുന്നു, അത് ഘടിപ്പിച്ചു. ഈ സമയത്ത് ഉയർന്നു പൊങ്ങിയ തിരയിൽ മാതേയി എന്നെ എടുത്തൊരേറ്. വൈകിട്ടത്തെ ഭക്ഷണത്തിനായി അടുക്കളയിൽ തിളയ്ക്കുകയായിരുന്ന വെള്ളം ഒരു തുള്ളി പോലും ചോരാതെ എന്റെ ദേഹത്തു വീണു. ശരീരം ശരിക്കും പൊള്ളി. ഈ പുതുവത്സരം അങ്ങനെ പൊള്ളിക്കുന്ന ചില സ്മരണകളുടേതു കൂടിയായി. പിന്നാലെ വരാനിരിക്കുന്നവന്റെ മുന്നറിയിപ്പ് മാത്രമായിരുന്നു അത്. 52 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ഉഗ്രൻ ഒരു കാറ്റ് തിരകളുടെ രഥമേറിയെത്തി. മഴമേഘങ്ങളും കൊടുങ്കാറ്റും വരവറിയിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ 8 പായ്മരത്തിലെ ഏകാന്തത. പസഫിക് സമുദ്രത്തിലെ മികച്ച കാറ്റിന്റെ കൈവിരുതിൽ ഞങ്ങളിപ്പോൾ അക്ഷാംശം 58.5 ഡിഗ്രിയിലാണ്. ദക്ഷിണഗോളത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഒറ്റയ്ക്കോ സംഘമായോ എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അകലെ. കടലിൽ ഈ ഭാഗത്ത് ദൈവമില്ലെന്നാണ് പറയുക. അത്രയ്ക്ക് വിജനവും ഏകാന്തവുമാണിവിടം. ജീവിതത്തിൽ ആദ്യമായി ചിലത് സംഭവിക്കാൻ നേരത്ത് നമുക്ക് തോന്നുന്ന ഉത്കണ്ഠ എനിക്കുമുണ്ടായി. ആദ്യമായി ഒറ്റയ്ക്ക് വിമാനം പറപ്പിച്ചപ്പോഴും ഒറ്റയ്ക്ക് പായ്ക്കപ്പൽ ഓടിച്ചപ്പോഴും എല്ലാം ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് പുതിയൊരു പാഠവുമായാണ് മുന്നോട്ടുള്ള പ്രയാണം. എല്ലായിടത്തും കടൽ ഒരുപോലെയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ചൂടും തണുപ്പും കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്നല്ലാതെ പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ആകാശം അങ്ങനെയല്ല. ഓരോ മേഖലയിലും അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പ്രഭാതത്തിൽ നിന്ന് പ്രദോഷത്തിലേക്ക് അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഭാഗത്തെത്തുമ്പോൾ പകലിന് ദൈർഘ്യം കൂടുതലാണ്. ആവശ്യത്തിലേറെ വെളിച്ചം രാത്രിയിൽ പോലുമുണ്ട്. മാതേയിയുടെ മേൽത്തട്ടിലൂടെ ഒരു ടോർച്ച് പോലുമില്ലാതെ രാത്രി മുഴുവൻ വേണമെങ്കിൽ നടക്കാം. പസഫിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അടുത്ത കാലം വരെ ആകാംക്ഷകൾ ഏറെ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികർ പുരാതന കാലത്ത് എങ്ങനെയാവും
ഈ കടലിലൂടെ കപ്പൽ ഓടിച്ചിട്ടുണ്ടാവുകയെന്ന ചോദ്യത്തിന് എനിക്കിപ്പോൾ ഉത്തരമായിരിക്കുന്നു. തണുത്തുറഞ്ഞ് 10,000 മൈൽ. 2 ആഴ്ചക്കാലത്തിനിടെ ഒട്ടേറെ നാഴികക്കല്ലുകൾ പിന്നിട്ടു. ജനുവരി 9 ഞങ്ങളുടെ യാത്ര 10,000 മൈൽ പിന്നിട്ടു. മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 70-ാം ദിവസമായിരുന്നു ഇത്. ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ കടലിൽ ഒരു ഇന്ത്യക്കാരൻ പിന്നിടുന്ന ഏറ്റവും വലിയ ദൂരം. തണുപ്പ് 4 ഡിഗ്രി. ഉള്ളു തണുപ്പിക്കാൻ നേരെ ഭക്ഷണപ്പെട്ടി തുറന്നു. ന്യൂസിലാൻഡിൽ നിന്ന് അനീഷ് അയച്ചു തന്നവയുടെ കൂട്ടത്തിൽ ഫ്രീസ് ഡ്രൈഡ് ഐസ്ക്രീം. കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പിൽ ഐസ്ക്രീം അല്ലാതെ മറ്റെന്താണ് നന്നാവുക? തൊട്ടടുത്ത ദിവസം കാറ്റില്ലാതെ ഞങ്ങൾ കിടപ്പായി. ജനുവരി 10 ആകെ സഞ്ചരിക്കാൻ പറ്റിയത് 54 നോട്ടിക്കൽ മൈൽ. ആ നേരത്ത് മാതേയിയെ നോക്കിയിരിക്കാൻ രസമുണ്ട്. കാറ്റില്ലാത്ത കടൽ മാതേയിക്ക് ഇഷ്ടമില്ല. എപ്പോഴും തിരകളും കാറ്റും വേണമെന്നാണ് എന്റെ സ്നേഹഭാജനത്തിന്റെ ആഗ്രഹം. തിരിച്ചടികൾ തുടങ്ങുന്നു. ജനുവരി 11. ഏകാന്തത എത്ര വിശാലമാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ ദിവസമാണ്. ആകാശങ്ങളിൽ ഇരിക്കുന്ന സകല ദൈവങ്ങളെയും പേരെടുത്തു വിളിച്ചത് ഇന്നാണ്. മനുഷ്യ ജീവിതം എത്ര നിസാരമാണെന്നും ഭൂമി എത്ര വിശാലമായ യാഥാർത്ഥ്യമാണെന്നും അതിന്റെ ഏതോ കോണിൽ ഒരിടത്തിരുന്ന് കേവലം ഒരു പൊട്ടു മാത്രമാണ് മാതേയിയും ഞാനുമെന്നും അടിവരയിട്ട് കുറിച്ചു തന്നു ഉടയോൻ. യാത്രയിലെ ആദ്യത്തെ വലിയ പ്രതിസന്ധി. രാവിലെ ഉണർന്നപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത. പുറത്തിറങ്ങി നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് കാര്യം പിടികിട്ടി. പായ്മരത്തിൽ നിന്നൊരു കയർ പൊട്ടി വെള്ളത്തിൽ വീണ് കിടക്കുന്നു. അതും വലിച്ചിഴച്ചാണ് മാതേയി മുന്നോട്ട് നീങ്ങുന്നത്. രാത്രിയിൽ എപ്പോഴോ പൊട്ടി വീണതാണ്, അറിഞ്ഞില്ല. മാതേയിലെ പായകൾ മടക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ ഒരു ബാഗുണ്ട്. ഇത് ഉയർത്താൻ ഉപയോഗിക്കുന്ന കയറാണ് പൊട്ടിക്കിടക്കുന്നത്. പായകൾ ബാഗിലല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കില്ല. പായകൾ മടക്കി വച്ചാലും കാറ്റ് അതിനുള്ളിൽ കയറിയാൽ കേടുപാടുണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ യാത്ര തുടരാൻ പോലും സാധിക്കില്ല. കടൽ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണിതെന്ന് മനസ്സിലായി. 25 മീറ്റർ ഉയരമുള്ള പായ് മരത്തിന് മുകളിൽ കയറി കയറും ഭാഗമായി കൂട്ടിയിണക്കിയേ തീരൂ. ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ മാതേയിയുടെ പായ് മരത്തിൽ തലപ്പത്ത് വരെ കയറിയിട്ടില്ല. കരയിൽ വെച്ചു പോലും ചെയ്യാത്ത അഭ്യാസം. ഓരോ നിമിഷവും ഇളകി മറിയുന്ന ഈ കടലിൽ സാധിക്കുമോ? സാധാരണ ഇത്തരം അറ്റകുറ്റപ്പണികൾക്ക് കടൽ ശാന്തമായ നേരമാണ് തിരഞ്ഞെടുക്കുക. ഇവിടെ പക്ഷെ അതും നടക്കില്ല. ഉടൻ പായ്മരത്തിന് മുകളിൽ എത്തുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. പായ്മരത്തിന് മുകളിലേക്ക് 4 വർഷം മുൻപ് കൊളംബോയിലേക്കുള്ള യാത്രയിൽ ശ്രീലങ്കയുടെ ദേശീയ പതാക ഉയർത്താൻ കയറില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴായിരുന്നു അത്. കയർ കെട്ടാൻ വേണ്ടി മാത്രം ഈ പായ്മരത്തിൽ കുറച്ചു ദൂരം കയറിയിട്ടുണ്ട്. അന്ന് പക്ഷേ മാതേയിൽ ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു സംഘം ആളുകളുടെ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി വളരെ എളുപ്പമാണ്. താഴെ നിൽക്കുന്നവർ നമ്മളെ കയറിൽ ഉയർത്തിക്കൊള്ളും. ആകെ ചെയ്യേണ്ടത് ഉറച്ച ശബ്ദത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയെന്ന ജോലി മാത്രമാണ്. അതനുസരിച്ച് താഴെ നിൽക്കുന്നവർ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ നിർദ്ദേശം നൽകിയാൽ കേൾക്കാൻ മാതേയും കടലും മാത്രമേ ഉള്ളൂ. എന്നെ ഈ ഉദ്യമത്തിൽ സഹായിക്കാൻ അവർക്കാവില്ലല്ലോ. ഏകാന്ത നാവികർക്ക് പായ്മരത്തിൽ കയറാൻ പർവ്വതാരോഹകർ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള പ്രത്യേകതരം ഉപകരണങ്ങളുണ്ട്. അത് മാതേയിലുമുണ്ട്. പായ്മരവുമായി ബന്ധപ്പെട്ട ഒരു അറ്റകുറ്റപ്പണി പ്രതീക്ഷിച്ചിരുന്നത് യാത്രയുടെ ആദ്യഘട്ടത്തിലായിരുന്നു. അവിടം കുഴപ്പം കൂടാതെ പിന്നിട്ടപ്പോൾ ഇനി അത് ആവശ്യം വരില്ലെന്ന് ഞാൻ മനസ്സാ സമാധാനിച്ചിരുന്നു. പക്ഷെ വരാനുള്ളത് കടലിൽ തങ്ങുമോ? മറ്റൊരു വഴിയുമില്ല. പായ്മരത്തിൽ കയറാനുള്ള ഒരുക്കം ആരംഭിച്ചു. ആദ്യം തന്നെ പല്ലു തേച്ചു. എന്റെ ആത്മഭാഷണങ്ങൾക്ക് നല്ല ഗന്ധം വരട്ടെ. വസ്ത്രങ്ങൾ മുഴുവൻ മാറി പുതിയവ ധരിച്ചു. ഡോണിയർ വിമാനത്തിൽ പറക്കാൻ പോകുന്ന നേരത്തും ഞാൻ ഇങ്ങനെയായിരുന്നു. ഒരു അപകടമുണ്ടായി മരിച്ചാൽ പോലും വൃത്തിയുള്ള വേഷത്തിലാവണം ഞാൻ കിടക്കേണ്ടത് എന്ന് നിർബന്ധമുണ്ട്. ഇവിടെയും അത് ബാധകമാണ്. എന്തും സംഭവിക്കാം. ജോലി പൂർത്തിയാക്കി താഴെ ഇറങ്ങാൻ പറ്റിയാൽ കഴിക്കാൻ വേണ്ടതെല്ലാം തയ്യാറാക്കി വെച്ചു. കാറ്റ് കുറവാണെങ്കിലും മാതേയിക്ക് ചാഞ്ചാട്ടമുണ്ട്. കാറ്റ് കുറഞ്ഞ് കടൽ ശാന്തമാകുന്നത് നോക്കിയിരിക്കാൻ പറ്റില്ല. 10 മിനിറ്റ് നേരത്തെ ശ്രമഫലമായി 1 മീറ്റർ ഉയരത്തിലെത്തി. അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ശേഷിക്കുന്ന 24 മീറ്ററിന് 2 കിലോമീറ്ററിന്റെ ഉയരം.
ഇളകിയാടുന്ന വഞ്ചിയിൽ എത്ര ശ്രമിച്ചിട്ടും മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. കരയിൽ നിന്ന് വിട്ടിട്ട് 72-ാം ദിവസമാണ്. ഇത്രയും ദിവസത്തെ കടൽവാസം കൊണ്ട് ശരീരത്തിലെ പേശികൾക്കെല്ലാം മാറ്റം വന്നു കഴിഞ്ഞു. കരയിൽ നടക്കുന്നത് പോലെയുള്ള ഉറപ്പുള്ള പേശികൾ കടലിൽ ആവശ്യമില്ല. നടപ്പ് കുറവ്, ആകെ നടക്കാൻ പറ്റുക പരമാവധി 18 മീറ്റർ. അതുകൊണ്ട് തന്നെ പേശികളെല്ലാം അയഞ്ഞു കിടക്കുകയാണ്. മുകളിലേക്ക് കയറാൻ വേണ്ടത് കരുത്തുറ്റ പേശികളുടെ സഹായമാണ്. അവ ദുർബലമായതോടെ ശരീരം വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. തണുപ്പും അസഹനീയം. കൊടിമരത്തിൽ കൈയും നെഞ്ചും വട്ടം ചുറ്റി വരിയുമ്പോൾ ചുട്ടുപഴുത്ത തീയിൽ തൊടുന്നത് പോലെ പൊള്ളുന്നു. അരയിൽ മറ്റൊരു കയർ കെട്ടിയിട്ടുണ്ട്. ഇത് മുകളിൽ ഉടക്കിയിട്ട ശേഷം താഴെയെത്തി പൊട്ടിപ്പോയ കയർ ഉയർത്തിയെടുക്കാം. പിന്നെ അവ വലിച്ച് താഴെയെത്തിച്ച് കൂട്ടിപ്പിടിപ്പിക്കാം. ഇതായിരുന്നു പദ്ധതി.